മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ, അതായത് 1202 ചിങ്ങമാസം 1-ാം തീയതി മുതൽ കർക്കടക മാസം 32-ാം തീയതി വരെ നിലനിൽക്കുന്ന പുതുവർഷ ഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ചിങ്ങൻ രാശിയെക്കുറിച്ചാണ്. ചിങ്ങൻ രാശിയിലുള്ള നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൽ കാല് തുടങ്ങിയ നക്ഷത്രങ്ങളാണ്. ചിങ്ങരാശിക്കാർ പൊതുവെ നല്ല ധൈര്യശാലികളാണ്, പ്രവർത്തന ഉത്സുകരാണ്, മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, ചൂടുള്ള ഹൃദയമുള്ള ആൾക്കാരാണ്, നല്ല ഫ്രണ്ട്സാണ്, നല്ല പങ്കാളികളാണ്. 2025 കാലഘട്ടത്തിൽ ഇവർക്ക് 11-ാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു നടത്തിപ്പ്, സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി, കുടുംബസുഖം, സന്താനസുഖം, അങ്ങനെയൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഈ കൊല്ലം, അതായത് 2026 ജൂൺ 2-ാം തീയതി ഉണ്ടായ വ്യാഴമാറ്റത്തെ തുടർന്ന് അവരുടെ ഭാഗ്യാനുഭവങ്ങളിലേക്ക് ചെറിയൊരു കുഴപ്പം വന്നു ചേർന്നു. എന്താണെന്ന് വെച്ചാൽ, വ്യാഴം കർക്കിടകത്തിലേക്ക്, ഉച്ചരാശിയിലേക്ക്, അതായത് 12-ാമിടത്തേക്ക് വന്നു ചേർന്നു. അപ്പോൾ ഈ കൊല്ലം ചിങ്ങരാശിക്കാർക്ക് വ്യാഴം 12-ലും 1-ലുമായിട്ടാണ്. 12-ലും ചന്ദ്രയജ്ഞമായ ചിങ്ങത്തിലുമായിട്ട് മാറുകയാണ്. ഈ 12-ാം ഭാഗത്തേക്ക് വ്യാഴം വരിക എന്നുള്ളത് പൊതുവേ കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമാണ്. എന്ന് പറഞ്ഞാൽ, സുഗമമായിക്കൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങൾക്കും പെട്ടെന്നൊരു തടസ്സം കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കും. ജാതകത്തിൽ നമ്മളിപ്പോൾ നല്ല രീതിയിലുള്ള ദശാകാലത്തോടു കൂടിയാണ് പോണത്. ആ ദശാനാഥന് ഗ്രഹനിലയിൽ നല്ല രാശിബലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഈ മാറ്റം അത്ര കണ്ട് ബാധിക്കില്ല. എന്നാലും 12-ലെ വ്യാഴം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യജീവിതത്തിൽ കുറച്ചൊക്കെ, അല്ലെങ്കിൽ വളരെയധികം വിഷമതകൾക്കും കഷ്ടപ്പാടുകൾക്കൊക്കെ ഇടവരുന്നാണ് പറയുന്നത്. 12-ലേക്ക് വ്യാഴം വരുമ്പോൾ പാപം, ദുർവ്യയം, പതനം, അതുപോലെ സ്ഥാനഭ്രംശം, വൈകല്യം എന്നൊക്കെയാണ് പ്രമാണം. ആ സംസ്കൃത ശ്ലോകം നമ്മളിപ്പോൾ ചെല്ലുന്നില്ല. എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, സംസ്കൃത പണ്ഡിതന്മാരുടെ മുമ്പിലല്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ചെലവ് വർദ്ധിക്കുന്നുള്ളതാണ്. വ്യയം വർദ്ധിക്കും. നിത്യജീവിതത്തിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര ചിലവാണ്. നല്ല രീതിയിലുള്ള ചിലവുകളുമുണ്ട്, മോശമായിട്ട് ചിലവുകളുമുണ്ട്. ഇവിടെ 12-ാം ഭാഗത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വ്യയം എന്ന് വെച്ചാൽ ദുർവ്യയം എന്നുള്ളതാണ് പറയേണ്ടത്. ആശുപത്രി ചിലവുകൾ, 10 രൂപയ്ക്ക് കിടക്കേണ്ട കാര്യങ്ങൾ 100 രൂപയ്ക്ക് പോലും നടക്കില്ലാതെ വരല്. ചില കാര്യങ്ങളിലൊക്കെ ഏൽപ്പിച്ച് പെട്ടെന്ന് നടന്നാൽ ലാഭത്തിൽ വരാവുന്നതായിട്ട് ചില കാര്യങ്ങളൊക്കെ വലിയ നഷ്ടത്തിലേക്ക് കലാശിക്കല്. പണിക്കാരുടെ കുഴപ്പം കൊണ്ടോ സാഹചര്യങ്ങളുടെ കുഴപ്പം കൊണ്ടോ ഒക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചിലവുകൾ, അപകടങ്ങൾ, നേരത്തെ പറഞ്ഞമാതിരിയുള്ള ആശുപത്രി വാസം, നഷ്ടക്കച്ചവടങ്ങൾ, ഇത് ലാഭം കിട്ടുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെന്ന് ചാടിക്കൊടുത്തതായിട്ടുള്ള മറ്റുള്ളവരുടെ ദുരൂപദേശങ്ങൾക്കൊക്കെ പാത്രീഭവിച്ച് നടത്തുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയൊക്കെ അധികമായിട്ടുള്ള ചെലവ്. അതേമാതിരി പാപം, നല്ല വ്യക്തിത്വത്തിനൊക്കെ ഉടമകളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ മനസ്സ് വച്ചിട്ടൊന്നും ചെയ്തതല്ല എന്നുണ്ടെങ്കിലും ചെയ്യണ കാര്യം പാപമായി തീരുക. കൂടുതൽ ആരോഗ്യക്കാരൊക്കെ ആയിട്ട് എടുക്കുന്നതായിട്ട് ചില തീരുമാനങ്ങളൊക്കെ അവസാനം മറ്റുള്ളവർക്ക് വളരെ വിനയായിട്ട് ഭവിക്കുക. അയ്യോ, ഞാൻ പാപമാണല്ലോ ചെയ്തതെന്ന് തോന്നത്തക്ക രീതിയിലായിട്ട് വരിക. വളരെ മാന്യനും സൽഗുണസമ്പന്നനൊക്കെ ആയിട്ടൊരു വ്യക്തിന്ന് ഒരിക്കലും സമൂഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില കേൾവികളൊക്കെ കേൾക്കാനിട വരിക. അതൊക്കെ പാപത്തിൽപ്പെട്ട കാര്യങ്ങളാണ്.
നമ്മളിപ്പോൾ ഔദ്യോഗികമായിട്ട് നല്ല സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായിട്ടുള്ള നിയമ പരിപാലനത്തിൽ പോലും ചിലപ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും അതിൻ്റെ ഫലം നേരെ വിപരീതമാവാം. പ്രത്യേകിച്ച് ബാങ്കിങ് മേഖല, സാമ്പത്തിക മേഖലയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ലോൺ കൊടുക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തേക്കണ കാര്യം വളരെ ആലോചിച്ചും കണ്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിയമം മാത്രമേ പാലിച്ചിട്ടുണ്ടാവൂ. പക്ഷെ പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുത്തൻ വല്ല ആത്മഹത്യക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടപെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാവില്ലേ? അതുപോലുള്ള കാര്യങ്ങൾ കർശനമായിട്ട് തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമുണ്ടാവുക. അതുപോലെ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാർ, നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരോടൊക്കെ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളോ പ്രതികരണങ്ങളോ ഒക്കെ പാപമായിട്ട് ഭവിക്കുക. മാതാപിതാക്കളോട് മക്കൾ ചെയ്യുന്ന കാര്യങ്ങളും മക്കളോട് മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനപരമായിട്ട് ഞാൻ പാപം ചെയ്തോ എന്ന് സംശയിക്കുക. അതാണ് പാപം എന്ന് പറയുന്നത്. 12-ലെ വ്യാഴത്തിൻ്റെ പ്രധാനമാണ് പതനം. പതനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവീഴ്ചയാവാം, വണ്ടിയിൽ നിന്ന് വീഴ്ചയാവാം, സ്റ്റെയർ കേസിൽ നിന്ന് വീഴ്ചയാവാം, നിലത്ത് തെന്നി വീഴ്ചയാവാം. അങ്ങനത്തെയുള്ള വീഴ്ചകളെ വളരെയധികം സൂക്ഷിക്കണം. അതിനേക്കാൾ ഉപരിയായിട്ട് പതനത്തിൻ്റെ അടുത്ത ഒരർത്ഥം എന്ന് വെച്ചാൽ നേരത്തെ പ്രതിപാദിച്ച തന്നെയാണ്. വളരെ ബഹുമാന്യനും ഒക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുക. ചിലപ്പോൾ മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല, തെറ്റിദ്ധരിച്ചേക്കുന്നതൊക്കെ ആയിരിക്കും. അതൊക്കെ പതനം എന്നുള്ളതാണ്. വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ പതനം എന്ന് വെച്ചാൽ നിലവീഴ്ച അല്ലാന്നുള്ളത് നമുക്കറിയാലോ. അപ്പം അങ്ങനത്തെയുള്ള പതനത്തിനുള്ള സാഹചര്യം, അങ്ങനെ പാപം, പതനം, സ്ഥാനഭ്രംശം, നാട് വിട്ട് പോകാനിട വരിക, അതുമാതിരി വീട് വിട്ട് പോകാനിടയായിട്ട് വരിക, ജനസേവനമൊക്കെ ചെയ്ത് നല്ലൊരു പോസ്റ്റിലൊക്കെ ഇരുന്ന ആൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ട്രാൻസ്ഫർ ഉണ്ടാവുക, അതുപോലെയുള്ള രീതിയിലുള്ള സ്ഥാനഭ്രംശം ഉണ്ടാവുക, ജപ്തി ചെയ്യപ്പെടാൻ ഇടവരിക, സ്വത്തുക്കൾക്കുടെ നാശം ഉണ്ടാവുക, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകാൻ ഇടവരിക, അതേമാതിരി രോഗങ്ങൾ ഉണ്ടാവുക, ശരീരത്തിന് വൈകല്യം ഉണ്ടാവുക. വൈകല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല കേട്ടോ, നമ്മളൊരു കാര്യം വൃത്തിമെനയായിട്ട് കൃത്യമായിട്ട് ചെയ്തു തീർക്കുകയാകുമ്പോഴാണ് അത് വളരെ വ്യക്തവും ക്ലിയറും ആവുന്നത്. ആ സമയത്ത് അങ്ങനെ ചെയ്യണ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫലം വേണ്ട രീതിയിലല്ല, അതൊക്കെ വൈകല്യപ്പെട്ടു പോയി എന്ന് പറയില്ലേ. നമ്മൾ വലിയ കാര്യമായിട്ടൊക്കെയാണ് ആ കാര്യം ആസൂത്രണം ചെയ്ത് പറ്റത്. അങ്ങനെ വൈകല്യം ഉണ്ടാവുന്നതിനെയും വൈകല്യം തന്നെയാണ് പറയണത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പൊതുവെ കാരണന്മാരുടെ കാലത്ത് പറയും, 12-ലേക്ക് വ്യാഴം നിന്നാൽ ധനവാൻ പിച്ചക്കാരനായി പോകും. എന്തുന്നാ ജ്യോത്സ്യരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതല്ല പറയണത്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. നമുക്ക് പൊതുവെ ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ്. വ്യാഴം ദൈവാധീനത്തിൻ്റെ കാരകനാണ്. വ്യാഴം സന്താനത്തിൻ്റെ കാരകനാണ്. സന്താനങ്ങൾക്ക് വ്യാഴം നന്നായിട്ട് ജാതകത്തിലിരിക്കണമെന്ന് നല്ല സന്താനം ഉണ്ടാവും, സന്താനങ്ങൾക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടാവും. വ്യാഴം നല്ല രീതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് അത്ര നല്ല മക്കളല്ല എന്നുണ്ടെങ്കിൽ പോലും അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവം നല്ലതായിരിക്കും. വ്യാഴം മോശമായിട്ടിരിക്കുന്ന രീതിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്തോ സന്താനങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക, അവർ മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാവുക, ദുർച്ചെലവുകൾ വരിക, അവരിൽ നിന്ന് നമുക്ക് ചതി നേരിടുക, അല്ലെങ്കിൽ കൊല്ലാത്ത കൂട്ടിലോ ദുശീലങ്ങളിലൊക്കെ പെട്ടു എന്നുള്ളത് കാണുക. അതേമാതിരി വിവാഹാദി കാര്യങ്ങൾ, മക്കളുടെ ഉദ്യോഗാദി കാര്യങ്ങളൊക്കെ വിഘ്നം ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഓടിപ്പടിച്ചൊക്കെ നടത്തുന്ന ഒരു കല്യാണമൊക്കെ ആണെങ്കിൽ അത് ഗുണമല്ലാതെ വരിക, നമ്മൾ വിചാരിച്ചിട്ടുള്ള ബന്ധമൊന്നും അല്ലാണ്ട് വരിക. അതുകൊണ്ട് മക്കളെ സംബന്ധിച്ചിട്ടുള്ള ഉദ്യോഗം, വിവാഹം ഇത്യാദി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിച്ചും കണ്ടും ഒക്കെ വേണം. അതേമാതിരി വലിയ നിഷ്ഠയും വലിയ സ്ട്രിക്റ്റും ഒന്നും പിള്ളേരോട് കാണിക്കരുത്. പിള്ളേരാണെങ്കിലും തന്നോടൊപ്പം വളർന്ന താനെന്ന് വിളിക്കണം എന്ന് പറഞ്ഞ മാതിരി അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുക, അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലൊന്നും കൂടുതൽ ഇടപെടാതിരിക്കുക. വ്യാഴം സന്താനകാരകനാണ്, സമ്പത്തിൻ്റെ കാരകനാണ്, ദൈവാധീനത്തിൻ്റെ കാരകനാണ്, സ്വർണത്തിൻ്റെ കാരകനാണ്. എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന നിലയുടെയും വിലയുടെയും ഒക്കെ കാരകസ്ഥാനം വ്യാഴത്തിനുണ്ട്. അപ്പോൾ എനിക്കൊരു ശകലം ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം അങ്ങനെ വ്യാഴം ഈ കൊല്ലം മുഴുവൻ 12 നിൽക്കുകയാണോ? അല്ല കേട്ടോ. ഒക്ടോബർ മാസത്തോടുകൂടി 2026 ഒക്ടോബർ മാസത്തോടുകൂടി വ്യാഴം ചിങ്ങത്തിലേക്ക് അതിചാരം മുഖേന പ്രവേശിക്കുന്നു. ആ സമയത്ത് ഈ 12-ൽ സംഭവിച്ചേക്കുന്നതായിട്ടുള്ള കെടുതികൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. ജപ്തി പോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്നൊന്ന് പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് തലത്തിൽ തന്നെ നമുക്ക്
സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കും. മക്കളെ സംബന്ധിച്ചുള്ള ചില തീരുമാനങ്ങളൊക്കെ തിരുത്താനും അങ്ങനെയൊക്കെ വരും. കിട്ടാക്കുറ്റി വിശ്വസിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഒക്ടോബർ കഴിഞ്ഞുള്ള സമയത്തൊന്ന് ആഞ്ഞു പിടിച്ച് ഞാൻ പൈസ കയ്യിലേക്ക് വരും എന്ന് വെച്ചാൽ 12ാം സ്ഥാനത്ത് നിന്നിട്ട് കിട്ടിയേക്കുന്നതായിട്ടുള്ള പരിക്ക്, ആ പരിക്കുകളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഭേദപ്പെടും. ഈ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ വീണ്ടും 2027 ചിങ്ങമാസത്തോടുകൂടി ജനുവരി അവസാനത്തോടുകൂടി വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. എന്ന് വെച്ചാൽ ഈ വർഷത്തിൻ്റെ മധ്യം മാത്രം കുറച്ച് മെച്ചവും അതുമാതിരി ആദ്യം അവസാനവും കുറച്ച് വിഷമമുണ്ട്. വ്യാഴത്തിനെ കൊണ്ട് മാത്രമല്ല പുതുവർഷ ഫലങ്ങൾ നമ്മൾ പ്രവചിക്കുമ്പോൾ ശനിയും കൂട്ടാക്കണം. എന്താന്ന് വെച്ചാൽ ഇപ്പം മീനത്തിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം അഷ്ടമത്തിലെ ശനിയാണ്. അഷ്ടമത്തിലെ ശനിക്ക് 7ര ശനി പോലെയോ കണ്ടക ശനി പോലെയോ അല്ലെങ്കിൽ അതിലൊക്കെ കുറച്ച് കൂടുതലുണ്ട്. പ്രധാനമായിട്ടും മരണഭയം. അഷ്ടമത്തിൽ ശനിയും 12ൽ വ്യാഴവും കൂടി ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം മരണമോ തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ മരണത്തിനെ പറ്റിയൊക്കെ ഉള്ള വ്യഥ പഴയ പുസ്തകങ്ങളിലൊക്കെ ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. മറ്റുള്ളവരുടെ മരണം, വളരെ വേണ്ടപ്പെട്ടവർക്കുണ്ടായ ദുർമരണത്തെ പറ്റിയൊക്കെ വിഷമിക്കാനിട വരിക, ഇതൊക്കെ ഈ 2 ഗ്രഹങ്ങളിൽ കൂടി ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത് ഉന്നതാധികാരികളായിട്ടുള്ള ആൾക്കാർ, അധ്യാപകർ, അതുപോലുള്ള ആൾക്കാരൊക്കെ ശിക്ഷിക്കുമ്പോഴും ശാസിക്കുമ്പോഴും മാതാപിതാക്കളും അങ്ങനത്തെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഒരു ചെറിയ മുൻകരുതലും കാര്യങ്ങളൊക്കെ വേണം. അതേമാതിരി അലസത, മടി, മുട്ടിന് കീപ്പോട്ട് വേദന, മുട്ടിന് പരിക്ക്, കാൽപാദത്തിന് പരിക്ക്, ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റിവെക്കല്, കൂടെ വരുന്ന പനി, ജ്വരം, എന്ത് കാര്യത്തിനും ഉണർവില്ലായ്മ, ഉന്മേഷമില്ലായ്മ ഇത്യാദി കാര്യങ്ങളൊക്കെ അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ കഥ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ 2026 12ാം മാസം ഡിസംബർ മാസത്തിൽ 2026 ഡിസംബർ മാസത്തിൽ രാഹുവിനൊരു രാശിമാറ്റം വരുന്നുണ്ട്. ഈ രാഹുവിൻ്റെ രാശിമാറ്റം അതും ശരിക്കും പറഞ്ഞാൽ ചിങ്ങം രാശിക്കാർക്ക് ഒരു ശകലം വിഷയത്തിലേക്കാണ്. അത് പറയും, ഈ ചിങ്ങം രാശിക്കാരെ മുറ്റി മുഴുവനും കുറ്റാണോ പറയണത്? അങ്ങനെയൊന്നുമല്ല കേട്ടോ. നിങ്ങളെ വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടോ അടി നിരാശപ്പെടുത്തണം എന്നുള്ളതൊന്നുമല്ല. ജ്യോതിഷപരമായിട്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വരെ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. അതിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട് തന്നെ. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 ഡിസംബർ മാസത്തിൽ സൗരയൂഥത്തിൽ രാഹുവും രാശി മാറുന്നു. അങ്ങനെ രാഹു രാശി മാറുമ്പോൾ 6ാം ഭാവത്തേക്കാണ് രാശി മാറുന്നത്. ഇപ്പം നിലവിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭത്തിലാണ് രാഹു ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ രാശിമാറ്റത്തോടുകൂടി രാഹു 6ലേക്ക് വരും. അപ്പോൾ രാഹുവിനെ പോലുള്ള ഗ്രഹങ്ങൾ 6ാം ഭാവത്തേക്ക് വരുമ്പോഴോ രോഗം, ശത്രു, കടം, അങ്ങനത്തെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ ചന്ദ്രൻ 6ലേക്കുള്ള ആ പ്രയാണവും അല്പം സൂക്ഷിക്കേണ്ടതാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില രോഗകാര്യങ്ങൾക്കും ആ സമയങ്ങളിൽ സാധ്യതയുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗം, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ രാഹുവിൻ്റെ മാറ്റം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില പോസിറ്റീവായിട്ടുള്ള ബോണസുകളുണ്ട്. അതായത് 2027 ജൂൺ മാസത്തിൽ ശനിയുടെ രാശിമാറ്റമുണ്ട്. അപ്പോൾ ഈ സംവത്സരത്തിനിടയിൽ, ഈ പുതുവത്സരത്തിനിടയിൽ 3 ഗ്രഹങ്ങളുടേതായിട്ടുള്ള രാശിമാറ്റവും കാര്യങ്ങളും ഉണ്ട്. ശനിയുടെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ ശനി രാശി മാറുന്നു. ഈ ശനി 9ാം ഭാവത്തേക്കാണ് മാറുന്നത്. ഇപ്പം നിലവിൽ ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമ ശനിയാണ്. 8ലെ ശനി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ ശനി 9ലേക്ക് മാറി കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു ഭാഗ്യോദയത്തിനും കാരണമാവുന്നുണ്ട്. അപ്പോൾ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചിങ്ങൻ രാശിക്കാർക്ക് ഈ പുതുവത്സര ഫലം ഗുണദോഷ സമ്മിശ്രം ആണെന്ന് പറയണം. ഗുണദോഷ സമ്മിശ്രമാണ്. അതിൽ
ശരിക്കും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ദോഷഫലങ്ങൾക്കാണ് കൂടുതൽ ശക്തി. അപ്പോൾ ഇതിന് പരിഹാരങ്ങളില്ലേ? തീർച്ചയായിട്ടും പരിഹാരങ്ങളുണ്ട്. അപ്പോൾ വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള കാര്യം. വ്യാഴം സർവേശ്വരകാരനാണ്. നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് തരത്തിലുള്ള ദൈവത്തിനെ വിചാരിക്കുന്നവരാണെങ്കിലും, ഏത് ദൈവത്തിനെ വിചാരിച്ചാലും വ്യാഴത്തിൻ്റെ ഫലം കിട്ടും. വ്യാഴം സർവേശ്വരകാരകനാണ്. പഴയ ജ്യോതിഷ പുസ്തകങ്ങളിൽ പറഞ്ഞേക്കുന്നത് വിഷ്ണു സേവ നടത്താനാണ്. ഹിന്ദുക്കളോടായിട്ട് പറയണത്, ബാക്കിയുള്ളവരുടെ അല്ല എന്നുള്ളതല്ല കേട്ടോ. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ വിഷ്ണുവിനെ സേവിക്കുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ദർശനം ചെയ്യുക, വിഷ്ണു സഹസ്രനാമം വായിക്കുക, വിഷ്ണു പൂജ, ഭഗവതി പൂജ, അതേമാതിരി ശത്രുസംഹാര പൂജ, ഐക്യമത്യ പൂജ ഇത്യാദി കാര്യങ്ങളെല്ലാം ഈ ദോഷ കാര്യങ്ങളിൽ നിന്ന്, അതുമാതിരി മൃത്യുഞ്ജയ പൂജ ഇതൊക്കെ നടത്തുന്നത് ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വെച്ച് തൊഴുക. നമ്മുടെ അടുത്തൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു വഴിപാട് പറഞ്ഞു തരാം. നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന, പാൽപ്പായസ നേദ്യം ഇത്യാദി വഴിപാടുകൾ വ്യാഴാഴ്ച തോറും നടത്തുന്നത് ഈ 12-ലെ വ്യാഴത്തിൻ്റെ ദോഷസമയത്തിന് വളരെ നല്ലതാണ്. അതേമാതിരി ശനി, രാഹു ഇവരുടെ എല്ലാവരുടെയും ദുരിതങ്ങൾ മാറാൻ ശനിയാഴ്ച ദിവസങ്ങളിലെ ശിവദർശനം അത്യുത്തമമാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ പരമശിവനെ തൊഴുത് വിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ മന്ത്രാർച്ചന, അതേമാതിരി അഹോര മന്ത്രാർച്ചന, ധാര ഇത്യാദി വഴിപാടുകൾ എടുത്ത് നല്ലതാണ്. രാഹുവിൻ്റെ ഒരു രാശിമാറ്റത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് സർപ്പബലി നടത്തുക, 100 പാലും കൊടുക്കുക, രാഹു പൂജ നടത്തുക, അതേമാതിരി ശക്തിക്കത്തുള്ള വഴിപാടുകൾ സർപ്പക്ഷേത്രങ്ങളിൽ നടത്തുന്നതും. സർപ്പക്ഷേത്രം തന്നെ വേണമെന്നില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അമ്പലത്തിൽ സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നടത്തുന്നത് നല്ലതാണ്. സർപ്പത്തിന് വച്ചുനേദ്യം എന്നൊക്കെ പറയും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ പക്കപ്പിറന്നാളിൽ നടത്തുന്നത് സർപ്പപ്രീതിക്കും ഉത്തമമാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൊതുവേ ഗോചരരാശിയിൽ ശനിയും വ്യാഴവും രാഹു ഈ 3 കാര്യങ്ങളുടെ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ നിലവിലുള്ള ജാതക പരിശോധന നടത്തുക എന്നുള്ളതാണ്. നിലവിലുള്ള ജാതക പരിശോധന നടത്തിയതിന് ശേഷം, നിലവിലുള്ള ജാതകത്തിൻ്റെ പരിശോധന നടത്തി ഇപ്പോഴത്തെ ദശ എന്താണ്, കാലം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്യണം. പ്രത്യേകിച്ച് ചിങ്ങ കുറുകാരായിട്ടുള്ള നക്ഷത്രക്കാർ കുറച്ച് കഷ്ടകാലമായിട്ടുള്ള കാലമാണ്. പൊതുവേ നിങ്ങൾക്കിപ്പോൾ സമയമൊക്കെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടുതൽ ബാധിക്കില്ല. സമയവും കൂടി മോശമാണെന്ന് ഈ പ്രശ്നമാണ്. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിലുള്ള ജ്യോത്സ്യന്മാരെ കണ്ട് ഇതൊക്കെ പരിശോധിപ്പിക്കുക. അതുപോലെ കമൻറ്റിലൊക്കെ ഇടുമ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്ക് ഇതേമാതിരി ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് അതിന് പരിഹാരം ഒക്കെ ചെയ്തു തരുന്ന കാര്യങ്ങളിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേമാതിരി ജനന സമയം, അതുപോലെ ജില്ല, നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ അവയെല്ലാം ചേർന്ന് വാട്സാപ്പിൽ വരിക. സമയം പോലെ നമ്മൾ അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ രാശിക്കാർക്കും, ചിങ്ങൻ രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഈ പുതുവത്സര ഫലം വളരെ മനോഹരമായിട്ട് അനുഗ്രഹീതമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്.